നമ്മൾ 2020 പുതിയൊരു ഫോൺ മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് ആ ഒരു ഫോണിന്റെ മെഗാപിക്സൽ കൗണ്ട്. നമുക്കൊരു 48 മെഗാപിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട്, 64 മെഗാപിക്സലിന്റെ പ്രൈമറി സെൻസർ വരുന്നുണ്ട്, പോയി 108 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ വരുന്ന സ്മാർട്ട് ഫോണുകളടക്കം നമുക്കിപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ മറ്റേ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 24 മെഗാപിക്സലാണ് നമുക്കൊരു DSLR വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു 108 മെഗാപിക്സലിൽ എടുക്കുന്ന ഫോണിലെടുക്കുന്ന ഫോട്ടോനൊക്കെ ഫാർ ബെറ്ററാണ് നമ്മളൊരു 18 മെഗാപിക്സലിൽ എടുക്കുന്ന DSLRലെ ഫോട്ടോ, അതായത് ഒരു 12 മെഗാപിക്സലിൽ എടുക്കുന്ന ഐഫോണിലെ ഫോട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ സത്യാവസ്ഥ? നമ്മളെല്ലാവരും പറ്റിക്കപ്പെടാണോ? അതായത് ഈ ഒരു 108 മെഗാപിക്സൽ എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ഗിമ്മിക്കാണോ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പിക്സൽ എന്നാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ നേരം നമ്മൾ ലൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ഇമേജ് സെൻസറിലോട്ട് സെൻഡ് ചെയ്യലാണ് ഈ ഒരു പിക്സലിൻ്റെ പണി. ഒരു മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം പിക്സൽസ് ആണ്. നമ്മൾ സാധാരണ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുമ്പോൾ 12 മെഗാപിക്സൽ അല്ലെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ക്യാമറയ്ക്കായിരുന്നു മുൻകാലങ്ങളുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് പെട്ടെന്ന് ഒരു 48 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ അവതരിപ്പിച്ചു. 6 മാസങ്ങൾക്കുള്ളിൽ അടുത്ത ബ്രാൻഡ് 64 മെഗാപിക്സൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിലാണ് നമുക്ക് 108 മെഗാപിക്സലിൻ്റെ ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് ക്യാമറ നമ്മൾ മേടിച്ചാലും ആ ക്യാമറ ഡീഫോൾട്ടായിട്ട് ഷൂട്ട് ചെയ്യുന്നത് 12 മെഗാപിക്സലാണ്. നമ്മൾ ആ ഒരു സ്പെസിഫിക് 48 മെഗാപിക്സലിൻ്റെ മോഡ് അല്ലെങ്കിൽ ഒരു 64 മെഗാപിക്സലിൻ്റെ മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫോൺ 64 മെഗാപിക്സലുള്ള ഫോട്ടോ എടുക്കാനുള്ളൂ. കമ്പനികളൊക്കെ ക്ലെയിം ചെയ്യുന്ന പോലെ ഒരു 48 മെഗാപിക്സലിൻ്റെ പിക്ചർ ആ ഒരു ഫോണിൽ എടുക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അവർ ഡീഫോൾട്ടായിട്ട് 12 മെഗാപിക്സലിൽ എടുക്കുന്നത്? അവർക്ക് ഡയറക്റ്റ് 48 മെഗാപിക്സൽ മാത്രം വെച്ച പോലെ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എടുക്കുന്ന ഫോണുകളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് 12 മെഗാപിക്സലിൽ എടുക്കുന്ന ഫോട്ടോസാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത്. അതുകൊണ്ടാണ് അവർ ആവശ്യ നേരത്ത് മാത്രം സ്വിച്ച് ചെയ്യാനുള്ള ഒരു മോഡായിട്ട് ഈ ഒരു 48 മെഗാപിക്സൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്യാമറയുടെ സെൻസർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ DSLR ക്യാമറകളെയും ബാക്കി ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ ഫോണിൻ്റെ സെൻസർ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. ഇതിനകത്താണ് അവർ ഈ ഒരു 12 മെഗാപിക്സൽ കൊള്ളിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ 48 മെഗാപിക്സലിലോട്ട് പോകുമ്പോൾ ആക്ച്വലി നമ്മുടെ ക്യാമറ 48 മെഗാപിക്സലിലൂടെ ഒരു ഫോട്ടോ എടുക്കുന്നില്ല. 12 മെഗാപിക്സലിൻ്റെ മൾട്ടിപ്പിൾ ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു ബണ്ടിൽ അവർ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു 48 മെഗാപിക്സലിൻ്റെ റിസൾട്ട് അവർ തരുന്നത്. അതായത് പിക്സൽ ബിന്നിംഗ് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത്. ഞാൻ നമ്മുടെ Redmi K20 Pro നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയും നമ്മൾ 48 മെഗാപിക്സലിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഫോട്ടോ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഈ 2 ഫോട്ടോസ് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്കൊരു ഡിഫറൻസ് കാണാനായിട്ട് പറ്റില്ല. നമ്മുടെ ക്യാമറയുടെ സെൻസർ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു 12 മെഗാപിക്സൽ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പിക്സലിനും ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്ന ഒരു സൈസ് അല്ല നമ്മൾ 48 മെഗാപിക്സലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ 48 മെഗാപിക്സലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെൻസറിനകത്ത് 12 മെഗാപിക്സലിന് പകരം 48 മെഗാപിക്സൽസ് കയറി വരാണ്. അപ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ പിക്സലിൻ്റെ സൈസ് കുറയുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ പിക്സലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് റെസൊല്യൂഷൻ കൂടുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു പിക്സലിൻ്റെ സൈസ് കുറയുന്നതുകൊണ്ട് തന്നെ ആ പിക്സലിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ലൈറ്റിൻ്റെ എമൗണ്ടും കുറവാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമുക്ക് ലോ ലൈറ്റ് സിനാരിയോയിലടക്കം നമ്മുടെ ഒരു 12 മെഗാപിക്സലിൻ്റെ ക്യാമറ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മളൊരു ക്യാമറയുടെ ക്വാളിറ്റി നമ്മൾ നോക്കുമ്പോൾ മെഗാപിക്സൽ അല്ല ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മെഗാപിക്സൽ അതിലൊരു ചെറിയൊരു ഫാക്ടർ മാത്രമാണ്. മെയിനായിട്ട് അതിൻ്റെ ബാക്കി ഹാർഡ്വെയർ സിസ്റ്റംസ്, സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ, അതിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സാണ് ഒരു നല്ല സ്മാർട്ട് ഫോൺ ഇമേജിന് നമുക്ക് തരുന്നത്. പക്ഷേ നമ്മൾ പല ആൾക്കാരും ഇവിടെ പറ്റിക്കപ്പെടുന്നത് നമ്മളൊരു 108 മെഗാപിക്സലിൻ്റെ ക്യാമറ നമുക്ക് ഏകദേശം ഒരു 15,000 രൂപയുടെ ഫോണിൽ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ചാടി കയറി ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു 64 മെഗാപിക്സലൊക്കെ എടുക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് ആകെ കൂടി വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാ ഒരു 12 മെഗാപിക്സൽ എടുക്കുന്ന ഫോട്ടോ ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ക്വാളിറ്റി ലോസ് വരും. പക്ഷെ നമ്മളൊരു 64 മെഗാപിക്സൽ എടുക്കുന്ന ഫോട്ടോ നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ആ ഒരു ക്വാളിറ്റി ലോസിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കുറയും. ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രിൻറ്റിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരു ആൽബത്തിലോട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഫോട്ടോ ബുക്കൊക്കെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 12 മെഗാപിക്സൽ എടുത്തിരിക്കുന്ന ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് അപ്പീലിംഗ് ആയി തോന്നാം ഈ ഒരു 64 മെഗാപിക്സൽ എടുത്ത ഇമേജാണ്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. അതല്ലാണ്ട് ഇമേജ് ക്വാളിറ്റി കൂടുന്നില്ല, ക്ലാരിറ്റി കൂടുന്നില്ല, ആകെ കൂടി കൂടുന്നത് അതിൻ്റെ ഫയൽ സൈസാണ്. നമ്മളൊരു 12 മെഗാപിക്സൽ എടുക്കുന്ന ഫോട്ടോനേക്കാളും വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫയൽ സൈസാണ് നമ്മൾ 64 മെഗാപിക്സലിൽ എടുക്കുന്ന ഫോട്ടോയ്ക്ക് കാണുന്നത്. അടുത്തൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകൾക്കൊന്നും തന്നെ ഈ ഒരു 108 മെഗാപിക്സലിൽ എടുക്കുന്ന ഫോട്ടോ പ്രോസസ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് 12 മെഗാപിക്സലാണ്. അതുകൊണ്ടാണ് ഈ ഐഫോണും പിക്സലും പോലെയുള്ള സ്മാർട്ട് ഫോണുകൾ ഇപ്പോഴും 12 മെഗാപിക്സലിൻ്റെ ക്യാമറകൾ അവർ യൂസ് ചെയ്യുന്നത്. അവർ ആ ഒരു ഒറ്റ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരമായിട്ട് അവർ ഓവറോൾ ആയിട്ട് അവരുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനും എല്ലാം കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഐഫോൺ അല്ലെങ്കിൽ ഒരു പിക്സൽ ഡിവൈസ് എടുത്തതിനാണ് നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുന്നത്.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മെഗാപിക്സലിനെ പറ്റിയിട്ടും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റൻ്റ്ലി നമ്മൾ എടുക്കുന്ന മൊബൈൽ ഫോട്ടോസിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതൊരു ബൈ, പീസ്.